Hello dears, welcome to our Fluency Challenge video series. ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതും എപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു കാര്യം ചെയ്യും എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അതായത് ഞാൻ അവിടെ പോകും, അവൾ ഇവിടെ വരും, അവർ നിന്നെ വിളിക്കും, അവരെ കൊല്ലും, ഇങ്ങനെയൊക്കെ നമ്മളൊരു കാര്യം ചെയ്യും എന്ന് പറയില്ല, നടക്കും എന്നുള്ള ഒരു അർത്ഥത്തിൽ പറയുന്ന കാര്യം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ തെറ്റാതെ പറയാം എന്നുള്ള സ്ട്രക്ചറാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും എന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് വിൽ എന്നുള്ളതാണ്. വിൽ ഉപയോഗിച്ചാൽ നമുക്ക് എന്താക്കാം, സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യും എന്നുള്ളത് പറയാം. നോക്കിക്കോളൂ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, വില്ലിന്റെ കൂടെ എപ്പോഴും വേർബിന്റെ ഒന്നാമത്തെ ഫോമാണ് വരിക. അപ്പൊ ഒരു സെന്റൻസിൽ നമ്മൾ വില്ല് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശേഷം വേർബിന്റെ ഒന്നാമത്തെ ഫോമേ വരാവൂ. അപ്പൊ നമ്മൾ പഠിച്ച സ്ട്രക്ചർ അനുസരിച്ച് ഒരു കാര്യം ചെയ്യുമെന്ന് പറയണമെങ്കിൽ ആദ്യം സബ്ജക്റ്റ് വരുന്നു, പിന്നെ വിൽ വരുന്നു, പിന്നെ അതിന്റെ കൂടെ വേർബിന്റെ ഒന്നാമത്തെ ഫോം വരുന്നു, പിന്നെ ഒബ്ജക്റ്റ് വരുന്നു. ഈ ഒരു രൂപത്തിൽ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും എന്നുള്ള അർത്ഥം കിട്ടും. വില്ല് വെച്ചു കൊടുത്താൽ മതി. സബ്ജക്റ്റിന് ശേഷം വില്ലിന് ശേഷം വേർബിന്റെ ഒന്നാമത്തെ ഫോമേ വരാവൂ എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. പിന്നെ നോക്കിക്കോളൂ കേട്ടോ. അവൻ പാട്ട് പാടും, അവൻ പാട്ട് പാടും അല്ലെ, എങ്ങനെ പറയാ, അവൻ പാട്ട് പാടും. അവൻ എന്നുള്ളതിന് ഹി ആണ് നമുക്കറിയാം. ഒരു കാര്യം ചെയ്യും എന്നുള്ളതിന് നമ്മൾ എന്താണ് വെക്കേണ്ടത്, വിൽ എന്നുള്ളത് അതിനുശേഷം ചേർത്ത് കൊടുക്കണം. പിന്നെ പാടുക എന്നുള്ളതിന് സിംഗ് ആണ് അല്ലെ, സിംഗിന്റെ ഒന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ സിംഗ് ഉപയോഗിക്കാം, കഴിഞ്ഞു. ഹി വിൽ സിംഗ് എ സോങ് എന്നൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഹി വിൽ സിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പാട്ട് പാടും, പാട്ടല്ലാതെ വേറെ ഒന്നും പാടില്ലല്ലോ. അപ്പൊ ഹി വിൽ സിംഗ്, അവൻ പാട്ട് പാടും. വില്ല് ചേർത്ത് കൊടുത്താൽ മതി സബ്ജക്റ്റിന് ശേഷം, സിമ്പിൾ ആണ്. രണ്ടാമത് നോക്കിക്കോളൂ. അവൾ നാളെ വരും, അവള് നാളെ വരും. എങ്ങനെ പറയാ, ഷീ വിൽ കം ടുമോറോ. ഷീ സബ്ജക്ട് വന്നു, അതിനുശേഷം വില്ല് കൊടുത്തു, കമ്മിന്റെ വൺ ഒന്നാമത്തെ ഫോം കൊടുത്തു. ഷീ വിൽ കം ടുമോറോ, അവൾ നാളെ വരും. സിമ്പിൾ അല്ലേ, ഇനി ഇത് നമുക്ക് തെറ്റിക്കാതെ പറയട്ടോ. അവൾ നിന്നെ സഹായിക്കും, അവർ നിന്നെ സഹായിക്കും. എങ്ങനെ പറയാം, they will help you, they will help you, അവർ നിന്നെ സഹായിക്കും. അപ്പൊ വില്ല് ചേർത്ത് കൊടുത്തു, അവ ചെയ്യും എന്നുള്ള അർത്ഥം കിട്ടും. വില്ലിന് ശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, V1 വരുള്ളൂ, ING ഫോമോ അല്ലെങ്കിൽ V2 V3 ഒന്നും ഉപയോഗിക്കരുത്. V1 തന്നെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പറയാൻ വില്ലിന് ശേഷം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യും എന്നുള്ള അർത്ഥം കിട്ടും. അത് നമുക്ക് ഡെയിലി നമുക്ക് എപ്പോഴും പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഈ ചെയ്യും എന്നുള്ളത്. വില്ല് വെച്ചിട്ടുള്ള പ്രയോഗം നല്ലോണം നമുക്ക് വരും. പിന്നെ ഇത് തെറ്റിക്കാതെ പറയണം. ഒരു കാര്യം ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ നടക്കും എന്നുള്ളതെങ്കിൽ വില്ല് ചേർക്കുക, അതിനുശേഷം വേർബിന്റെ ഒന്നാമത്തെ ഫോം ചേർത്തിട്ട് അതങ്ങോട്ട് പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാളെ വരും, ഞങ്ങള് നാളെ വരും എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അല്ലെങ്കിൽ എഴുതാം, ഒന്ന് കമന്റ് ചെയ്യൂ.